പ്രവർത്തകരെ ഇളക്കിമറിച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുന്നു. നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ റോഡ് ഷോ ആയാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എത്തിയത്. ഇന്ന് രാവിലെ നിലമ്പൂരിലെത്തിയ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്ന് വെച്ചാൽ അതിനിടെ നിലമ്പൂർ ടൗണിൽ UDF LDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ഇരു സ്ഥാനാർത്ഥികളുടെയും റോഡ് ഷോ നേർക്കുനേർ വന്നപ്പോഴായിരുന്നു സംഘർഷമുണ്ടായത്. വിവരങ്ങളുമായി വിപിൻ C വിജയനും റാഫി കരീമും R ശ്രീത്തും ചേരുന്നു. റാഫിയിലേക്ക് എത്തുന്നതിന് മുമ്പ് വിപിൻ, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ഔദ്യോഗികമായി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ എത്രത്തോളം ചൂടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും അവിടെ നടക്കുക എന്നത് ഈ രാവിലെ മുതൽ നമ്മൾ അവിടുത്തെ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടോ? ആ റോഡ് ഷോ അവിടെ എത്തിയോ? അതെ വിജയകുമാർ, അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ഇതായി താലൂക്ക് ഓഫീസിലേക്ക് കയറുകയാണ്. അതായത് നിലമ്പൂരിന്റെ തഹസീൽദാറായിട്ടുള്ള MP സിന്ധുവിന് മുൻപാകെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ പ്രചാരണം സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം അതായത് ഏകദേശം 34 വർഷത്തോളം നിലമ്പൂരിന്റെ മണ്ണ് അത് UDFിനൊപ്പമായിരുന്നു. അതിനുശേഷം കൈവിട്ട മണ്ഡലം ഇപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള നിയോഗം UDF ഏൽപ്പിച്ചിരിക്കുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനെ തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്ത് വലിയ ആത്മവിശ്വാസത്തിലുമാണ്, ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള ഇത് തന്നെയാണ് UDFിനെ സംബന്ധിച്ച് അവരുടെ ഒരു ആത്മവിശ്വാസത്തിനെ ആക്കം കൂട്ടുന്നതെന്ന് പറയാം. കാരണം KPCC അധ്യക്ഷനും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ മണ്ഡലത്തിൽ സജീവമായി തന്നെ നിൽക്കുന്നു. പാലക്കാട് കണ്ടതുപോലെ പ്രതിപക്ഷ നേതാവ് മണ്ഡലത്തിൽ തന്നെ സജീവമായി ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണം അതായിരുന്നു. ഒപ്പം തന്നെ യുവനിരയും ഈ റോഡ് ഷോയ്ക്ക് ഒപ്പമുണ്ട്. നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്നിലാണ് താലൂക്ക് ഓഫീസ് ഉള്ളത്. അവിടേക്ക് റോഡ് ഷോ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രകടനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു കരുത്ത് തെളിയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനത്തോടെയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഒരുങ്ങുന്നത്. KPCC ജനറൽ സെക്രട്ടറിയാണ്. ഇത് നിയമസഭാ അംഗത്തിൽ ഇത് രണ്ടാമത്തെ ഊഴമാണ് അദ്ദേഹത്തിന്. 2016 ഇതിന് മുൻപ് മത്സരിച്ചത്. വലിയ പ്രതീക്ഷയിൽ തന്നെ, ഒപ്പം തന്നെ രാഷ്ട്രീയമായി വലിയ ചൂട് പിടിച്ച ഒരു പോരാട്ടമായിരിക്കും നിലമ്പൂരിലേതെന്ന് വ്യക്തമായി കഴിഞ്ഞു. കാരണം മറുവശത്ത് M സ്വരാജ് എത്തുന്നു, ഒപ്പം തന്നെ PV അൻവർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അതിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണ പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പോരായിരിക്കും നിലമ്പൂരിലേത്. കനത്ത മഴയൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് റോഡ് ഷോയുമായി ഇരു മുന്നണികളും സജീവമാവുന്നത്. അല്പസമയത്തിനകം തന്നെ ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക ആദ്യം UDF സമർപ്പിക്കുന്നു. ഈ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ അന്നു മുതൽ തന്നെ ഒരു പക്ഷേ ഈ ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് UDF ക്യാമ്പിലാണെന്ന് പറയാം. അന്നു മുതൽ തന്നെ സ്ഥാനാർത്ഥികളിൽ 2 പേരുകൾ മാത്രം ഉയർന്നു കേട്ടതും UDF ക്യാമ്പിൽ നിന്നാണ്. അവിടെ സംശയമില്ലാത്ത രീതിയിൽ ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ എന്നുള്ള 2 പേരുകൾ മാത്രമായിരുന്നു. അന്നു മുതൽ തന്നെ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അതിനേക്കാൾ മുൻപ് മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ കണ്ടത്. സ്ഥാനാർത്ഥിയുടെ പേരൊഴികെ മറ്റെല്ലാം ചുവരെഴുത്തുകൾ വരെ ആരംഭിച്ചിരുന്നു. കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യണമെന്നടക്കമുള്ള അത്തരത്തിൽ എല്ലാ കൺവെൻഷനുകളും ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആ ഘട്ടത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് പ്രചാരണ ചൂട്. വിജയകുമാർ.